ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ പി എസ് സി എക്സാം എഴുതുന്ന അല്ലെങ്കിൽ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, പി എസ് സി എക്സാംസൊക്കെ കൃത്യമായ ഇടവേളകളിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ നോട്ടിഫിക്കേഷൻസൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിലിംസിൻ്റെ എക്സാം റിസൾട്ട് വന്നു, മെയിൻസിൻ്റെ ഡേറ്റ് വന്നു. അങ്ങനെ പി എസ് സി എല്ലാം ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഠനവും അതിനനുസരിച്ച് തന്നെ ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ ഓരോ എക്സാംസ് വരുമ്പോൾ നമുക്ക് നമ്മളുടെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ എക്സാമിന് വേണ്ടി നല്ല പോലെ പ്രിപ്പയർ ചെയ്യുക. CPO WCPO പോലുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണത്, പക്ഷേ അത് നേടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ അതിന് ഫിസിക്കൽ, മെഡിക്കൽ തുടങ്ങിയ യാതൊരുവിധ കാര്യങ്ങളുമില്ല, ഹൈറ്റിൻ്റെ പ്രശ്നങ്ങളില്ല, അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ആഗ്രഹം സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ, CPO WCPO ആകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നമ്മളുടെ ഒരു ആഗ്രഹം ഇവിടെ നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ്. അപ്പോൾ ഡിഗ്രി ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യുക. കഴിഞ്ഞ വട്ടമൊക്കെ ഇതിൻ്റെ എക്സാം വന്നതെന്ന് പറഞ്ഞാൽ 2 സ്റ്റേജായിട്ടായിരുന്നു, പ്രിലിമിനറിയും മെയിൻസൊക്കെ ആയിട്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചുകൊണ്ട് പ്രിലിമിനറി മെയിൻ എന്ന് പറഞ്ഞിട്ട് 2 എക്സാം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഒറ്റ പരീക്ഷ ആയിട്ട് തന്നെ നടത്താനാണ് സാധ്യത. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടിരുന്ന് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. ഞാനപ്പോൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തന്നെ എന്തായാലും തീരുമാനിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സ്റ്റഡി പ്ലാനൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാനൊക്കെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി ഒരു പഠന രീതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈം ടേബിൾ ഞാൻ ഡെയിലി പോസ്റ്റായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടൈം ടേബിൾ ഫോളോ ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ ഇന്ന് മാത്സിൽ നിന്ന് തന്നെയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. എന്താണെന്ന് വെച്ചാൽ മാത്സ് കുറച്ച് ഞാൻ നോക്കാതിരുന്ന കുറച്ച് ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മളുടെ ത്രികോണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കാണ് രാവിലെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അതിന് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും, ഇപ്പം ഓരോ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം, സമഭുജ ത്രികോണം അല്ലെങ്കിൽ ലംബകം, അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങും തിരിഞ്ഞു പോകുക അല്ലെങ്കിൽ മറന്നു പോവുക, അങ്ങനെയൊക്കെ ഒരു പതിവുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാനത് കുറച്ച് പഠിച്ചതും കൂടി ആയിരുന്നു. അപ്പോൾ കുറച്ച് നാൾ റിവൈസ് ചെയ്യാതെ ആയപ്പോൾ ഞാനതൊന്ന് മറന്നു. അപ്പോൾ അത് അവിടെ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ മുന്നേ പഠിച്ച ഏരിയാസ് ആണെങ്കിൽ കൂടി ടൈം ടേബിൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഏരിയയിൽ എനിക്ക് റിവിഷൻ കൂടി ആകും അല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആ ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് എനിക്ക് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ പഠിക്കാത്ത സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടൈം ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേക്കും അതും കവർ ചെയ്യാൻ പറ്റും. ഒപ്പം പഠിച്ച ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിൽ ഒരു റിവിഷൻ പോലെ എനിക്കത് കിട്ടുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തത്. ഞാൻ ഓരോ വീഡിയോസിലും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയ ശേഷം നമ്മൾ അതിൻ്റെ സിലബസ് ഡൗൺലോഡ് ചെയ്യുക. സിലബസ് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ഞാൻ കമൻറ്റ്സ് കണ്ടിരുന്നു. ഒന്നുകിൽ നമുക്ക് PSCയുടെ സൈറ്റിൽ കയറി അവിടെ നിന്ന് കിട്ടും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് പോസ്റ്റിലോട്ടാണോ അപ്ലൈ ചെയ്യുന്നത്, ഏത് പോസ്റ്റിന് വേണ്ടിയാണ് പഠിക്കുന്നത്, നമ്മളുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും സിലബസൊക്കെ കിട്ടും. ഇപ്പോൾ ഡിഗ്രി ലെവലാകുമ്പോൾ ഏറെക്കുറെ പ്രിലിമിനറിയുടെയും മെയിൻസിൻ്റെയൊക്കെ സിലബസ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഏത് എക്സാമിനാണോ പഠിക്കുന്നത് അത് ആ സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് കൃത്യമായിട്ട് പഠിക്കുക, ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തുകൊണ്ട്. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതൊക്കെ തന്നെ ഭയങ്കര ഒരു ലക്കിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കഷ്ടപ്പാടുണ്ട്. സാലറി സ്കെയിൽ അത്യാവശ്യം ഉണ്ടെങ്കിലും അതിനനുസരിച്ച് നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ട്. പക്ഷേ ഈ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് തന്നെയാണ്, സാലറി സ്കെയിലും അത്യാവശ്യം നല്ല സ്കെയിലുണ്ട്. അതിനോടൊപ്പം നമുക്ക് മറ്റ് എന്താ പറയുക, സാധാരണ രീതിയിലുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും, ട്രെയിനിങ് 9 മാസം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. നമുക്കൊരു ക്ലറിക്കൽ പോസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ വിളിച്ചേക്കുന്ന ഈ ഒരു പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഈ പോസ്റ്റ് എന്നല്ല, ഏത് പോസ്റ്റ് ആണെങ്കിലും നമ്മൾ ആ ഒരു പ്രിപ്പയർ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആ എക്സാമിൻ്റെ ടോപ്പിക് വൈസ് തന്നെ ആയിരിക്കണം. നമ്മൾ ഒരു ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒന്നേന്ന് തുടങ്ങി എല്ലാ മേഖലകളും കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വേറൊന്നും നോക്കണ്ട, നമ്മൾ ഏത് എക്സാമിനാണോ ഫോക്കസ് ചെയ്യുന്നത് അതൊരു ഡിഗ്രി ലെവൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയുള്ള ഓൾമോസ്റ്റ് എല്ലാ എക്സാംസും അതിനകത്ത് കവർ ചെയ്ത് തന്നെയാണ് വരുന്നത്. ഈ എക്സാമിന് പിന്നെ സ്പെഷ്യലായിട്ട് ടോപ്പിക്കുകളൊന്നുമില്ല, സ്പെഷ്യൽ ടോപ്പിക്ക് കാര്യങ്ങളോ. ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഡിഗ്രി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, വിഷമിക്കേണ്ട. നമുക്ക് ഉടനെ തന്നെ അടുത്ത ഇതേപോലത്തെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. VF വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അങ്ങനെ നിരവധി വെബ്കോ LD ഇപ്പോൾ അത്യാവശ്യം നിയമനത്തിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഇരിക്കുകയാണെങ്കിൽ കൂടി കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ
അത്യാവശ്യം വേക്കൻസി ഉള്ളതും നമുക്ക് പെട്ടെന്ന് പഠിച്ച് നല്ലൊരു റാങ്കിൽ വീണാൽ പെട്ടെന്ന് ജോലിക്ക് കയറാൻ പറ്റുന്നതായിട്ടുള്ളൊരു പോസ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കിയെടുത്തിട്ട് നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം. PSC പഠിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഏത് പോസ്റ്റിലോട്ടാണോ നമ്മൾ നമ്മളുടെ ആഗ്രഹം ഏതാണോ, അല്ലെങ്കിൽ എവിടെയാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹം, അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു പോർഷൻസ് ഇന്ന് ഏകദേശം കവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ കറണ്ട് അഫയേഴ്സും 2024 ജനുവരിയും ഫെബ്രുവരിയും മുന്നേ പഠിച്ചതായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ കുറച്ച് നാളത്തെ റിവിഷനും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് അത് ഒന്ന് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ജനുവരി ഫെബ്രുവരിയും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് 2024. അപ്പോൾ ഞാൻ വിചാരിച്ചു 2024 തൊട്ട് കംപ്ലീറ്റ് ചെയ്ത് വരാം. എന്തായാലും 2024 നമ്മൾ ഏത് എക്സാമിന് പോലും പഠിക്കണം. അതോടൊപ്പം 2025 നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നേ ഉള്ളത് വരെ പഠിക്കണം. പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ബാക്കിലോട്ടൊക്കെ പോയിട്ട് പഠിച്ചാൽ മതി. അല്ലാതെ 2023 തൊട്ടൊന്നും ആരും കറണ്ട് അഫയേഴ്സ് പഠിച്ചിരുന്ന സമയം കളയരുത്. ഇന്നത്തെ ദിവസം ഞാനിപ്പോൾ കറണ്ട് അഫയേഴ്സിന് റിവിഷൻ ചെയ്തു. മാത്സിൻ്റെ ഞാൻ വിചാരിച്ച ത്രികോണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കും ഏകദേശം ഞാൻ വിചാരിച്ച പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ തലേദിവസം കിടക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു തീരുമാനമായിട്ട് തന്നെ ആയിരിക്കണം ഒരു ദിവസം മുന്നോട്ട് പോകേണ്ടത്. ഞാൻ വിചാരിച്ചിരിക്കുന്ന ഇന്ന ടോപ്പിക്കുകൾ ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുന്നേ അതൊന്ന് റിവിഷനും കൂടി ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കൂ എന്നൊരു തീരുമാനം കൂടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം അങ്ങനത്തെ ഒരു ഡെയിലി റൊട്ടീൻ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിക്ക് നമുക്ക് പോർഷൻസും ടോപ്പിക്കും എല്ലാം കവർ ചെയ്യാനും റിവിഷൻ ചെയ്യാനും അത്യാവശ്യം നല്ലൊരു ഗ്രോത്തും നമ്മുടെ സ്റ്റഡി ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിൻ്റെ സിലബസ് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ അത്യാവശ്യം കുറച്ചുകൂടി നോക്കാനുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ഞാൻ പുറകോട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അധികം ആ ഏരിയയിൽ ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സിവിക്സ് കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് ഞാൻ ഒട്ടും തന്നെ അത് കവർ ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ കവർ ചെയ്യാത്ത ടോപ്പിക്കിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാനപ്പോൾ ഇന്ന് സിവിക്സിൻ്റെ ഒരു പോർഷൻ കൂടി ടോപ്പിക് വൈസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ഏകദേശം ഒരു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നെൻ്റെ റിവിഷനിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് രാവിലെ തൊട്ട് പഠിച്ച ടോപ്പിക്കുകൾ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ഈ സിവിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും പിന്നെ മാത്സും ഇത്രയും പോർഷൻസും ഒന്നുകൂടി ഒന്ന് ഓടിച്ച് വായിച്ച് നമ്മൾ പഠിച്ചതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം അതിന് വേണ്ടി വീണ്ടും കളയേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്ന് ഓടിച്ച് വായിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ മാത്സ് നമ്മൾ ഏത് ടോപ്പിക്കിൽ നിന്നും ചെയ്താലും അന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ചാനൽ അല്ലെങ്കിൽ ഒരുപാട് സോഴ്സുകളുണ്ടല്ലോ നമുക്കിപ്പോൾ. അപ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു PYQ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മോഡൽ പോലെ നമ്മളൊന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു പാർട്ട് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും അത്ര അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അടുത്ത ടോപ്പിക് എടുക്കാതെ വീണ്ടും ആ ടോപ്പിക്ക് തന്നെ ഒന്നുകൂടി തറവായിട്ട് പഠിക്കുക. എന്നിട്ട് അതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ പഠിക്കുന്ന രീതിയിൽ ആ ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ വൈസ് വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്. എനിക്ക് തോന്നുന്നതൊരു ഡിഗ്രി ലെവലിലെ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ എഫേർട്ട് തന്നെ ഇടണം. നോർമലി ഉള്ള എക്സാം തന്നെ ക്രാക്ക് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവലാകുമ്പോൾ ഒരു ലാഘവത്തോടു കൂടി അതിനെ നമ്മൾ എന്താ പറയുക കണ്ടിട്ട് കാര്യമില്ല. അത് കുറച്ചുകൂടി നമ്മൾ ഇടുന്ന എഫേർട്ടിൻ്റെ കുറച്ചുകൂടി ഇരട്ടി എഫേർട്ട് ഇട്ടാലും നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനിരിക്കുന്നവരാണ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സിലബസ് കിട്ടും അങ്ങനെയൊന്നുമില്ല. മുന്നേ നടത്തിയ എക്സാംസിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ PSCയുടെ സൈറ്റ്സിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുക, പ്രിൻ്റ് എടുക്കുക. നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആരും കാത്തിരിക്കേണ്ട കാര്യമില്ല, ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.